അല്ല മുരുക, നീ ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഗോൾഡ് എടുത്ത് തരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളത് വെച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അതുകൊണ്ട് എന്താ അങ്ങളെ, പണയം വെച്ച സ്വർണം നമുക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചെടുത്തൂടെ? നമ്മൾ അതുവരെയുള്ള പലിശ കൊടുത്താ പോരെ? അതൊന്നും പോരാ, മിനിമം 1 മാസത്തെ പലിശയെങ്കിലും കൊടുക്കണം. ശരി, കൊടുക്കാം. പക്ഷെ ഇന്ന് തന്നെ അത് കിട്ടിയേ പറ്റൂ. കുറച്ചുകൂടെ കാശിന് ആവശ്യമുണ്ട്. ആ ഗോൾഡ് എടുത്ത് വിൽക്കാനാ തീരുമാനം. അതൊന്നും ഉടനെ നടക്കില്ല മുരുക. നീ അന്ന് എമർജൻസി ആണെന്ന് പറഞ്ഞപ്പോ ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാ ഞാനത് പണയം വെച്ചത്. അയാളാണെങ്കി ഇപ്പൊ സ്ഥലത്തില്ല. അയ്യോ, അത് പണിയായല്ലോ. ഇനി എന്ത് ചെയ്യും അങ്ങളെ? ഒന്നും ചെയ്യാനില്ല. അയാൾ സ്ഥലത്തെത്തിയാലേ സ്വർണം കിട്ടും. അല്ല, അന്നത് പണയം വെക്കാൻ വേണ്ടി ആരുടെയോ കയ്യിൽ നിന്ന് കടം വാങ്ങിയെന്നല്ലേ എന്നോട് പറഞ്ഞത്? പിന്നെ ഇപ്പോഴെങ്ങനെ നിനക്കത് വിൽക്കാൻ പറ്റുന്നേ? പണയം വെക്കാൻ തന്നെ ആള് തന്നെ അത് വിൽക്കാനും പറഞ്ഞത്. അങ്കിളിന് ആ കാര്യത്തില് ടെൻഷനൊന്നും വേണ്ട. എനിക്ക് ടെൻഷനുണ്ട് മുരുക. ഇപ്പൊ ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഇടയ്ക്ക് കയറി സഹായം ചെയ്യുന്നവരാണ് കൂടുതൽ കുടുങ്ങുന്നത്. അല്ലെങ്കിൽ നിനക്ക് സ്വർണം തന്നത് ആരാണെന്ന് എന്നോട് പറ. അങ്കിളിന് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഇപ്പൊ തന്നെ നമുക്ക് ഒരുമിച്ച് പോയി ആ ഗോൾഡ് തിരിച്ചെടുക്കണം. അപ്പോ അവിടെ വെച്ച് ഞാൻ പറയാം. അതെങ്ങനെയാ? ആള് സ്ഥലത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അയാള് വരാതെ ഒന്നും നടക്കില്ല. പിന്നെന്തിനാ അങ്കിള് ഉടമസ്ഥന്റെ ജാതകം എന്നോട് ചോദിച്ചത്? അന്നേ ഞാൻ പറഞ്ഞില്ലേ കട്ടതും പിടിച്ചു പറിച്ചൊന്നും അല്ലെന്ന്. ഇനി അത് അങ്ങനെ വല്ലതും ആണെന്ന് കരുതി നിങ്ങൾ ആർക്കെങ്കിലും അത് മറച്ചു വിറ്റോ? ദേ, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു സഹായം ചെയ്ത് എന്നെ നീ കള്ളനാക്കാൻ നോക്കല്ലേ? നീ 1 മാസം വെയിറ്റ് ചെയ്തേ പറ്റൂ. 1 മാസത്തേക്കെന്ന് പറഞ്ഞ് ഞാൻ അന്നത് വെച്ചത്. കൃത്യം 1 മാസം കഴിയുമ്പോ അതുവരെയുള്ള പലിശയും കൊടുത്ത് നമുക്കതങ്ങ് എടുക്കാം. ദേ, അതുവരെ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. എന്ത് ചെയ്യാനാ? ഒരു പിടി ഇപ്പൊ അങ്കിളുടെ കയ്യിലായി പോയില്ലേ? മാസം തികയുമ്പോ ഞാനിങ്ങി വരും. അപ്പോഴും ഇതുപോലെ ഉരുണ്ട് കളിക്കരുത്. കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിയുന്ന ലക്ഷണമാണല്ലോ. അത് പ്രദീപമോളുടെ കാണാതായ സ്വർണ്ണാണെന്ന് കരുതി ഞാൻ അവൾക്കത് തിരിച്ചു കൊടുത്തത് അബദ്ധമായോ ദൈവമേ? ഇനി മാറ്റി പറഞ്ഞ സുശീലയുടെ വിശ്വരൂപം കാണേണ്ടി വരുമല്ലോ. മോളെ, ആ ദാ വരുന്നു അച്ഛാ. വാസന്തി ചേച്ചി ഞാൻ ഇല്ലാത്ത ദിവസമൊക്കെ ഇതുപോലൊക്കെ പോവാറുണ്ടോ ചേച്ചി? ആ, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. നമ്മള് ശബരിയുടെ കമ്പനിയിൽ പോവാൻ തുടങ്ങിയില്ലേ, അതിനുശേഷം തുടങ്ങിയ ബിസിനസ്സാ. ശരിക്കും എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടോ, അതോ വെറുതെ ഒരു ജാടയ്ക്ക് പറയുന്നതാണോ? കുടുംബശ്രീയിൽ നിന്ന് വിട്ടുപോകുന്ന 6 സ്ത്രീകൾ ചേർന്ന് എന്തോ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എന്തായാലും വാസന്തി ചേച്ചി രാവിലെ പോയി രാത്രിയിൽ വരുന്നത് ധനേട്ടന് ഇഷ്ടമൊന്നുമല്ല. അതൊക്കെ അനുദേച്ചയ്ക്ക് എങ്ങനെ അറിയാം? ധനേട്ടൻ പറഞ്ഞു? എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. അച്ഛനോട് കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടതാ. പിന്നെ ധനേട്ടന് വാസന്തി ചേച്ചിയോടുള്ള പെരുമാറ്റത്തിലും അത് കാണാൻ പറ്റും. ആ, അതെന്തായാലും നന്നായി. മറ്റുള്ളവരെന്ത് ചെയ്താലും അതിന്റെ കുറ്റം കണ്ടുപിടിച്ച് അത് പരസ്യമായി പറയുന്നവരല്ലേ. അവർക്കിടയിൽ തന്നെ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലല്ലേ അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് രണ്ടാൾക്കും മനസ്സിലാവുള്ളൂ. അത് ശരിയാ. ആ, ഞാൻ നോക്കിട്ട് വരാം. ആ, നമസ്കാരം ശബരി. ആ, എന്താ എൻ്റെ ഈ വഴിക്ക്? എന്തെങ്കിലും കാര്യമില്ലാതെ ഞാൻ വരില്ലല്ലോ ശബരി. ആ, സാറില്ലേ ഇവിടെ? ആ, ഉണ്ട്. അകത്തേക്ക് വാ. ആ, അച്ഛാ, സുശീല ആന്റിയാ?
നമസ്കാരം രാമനാഥ സാറേ. ആരാ അത്? കുറെ കാലായല്ലോ കണ്ടിട്ട്. ഇരിക്കൂ. ഓ ദേ സുശീലാന്റി വന്നിട്ടുണ്ട്. അവരെന്തിനായിരിക്കും വന്ന്? ആ എന്തായാലും നല്ല കാര്യത്തിനായിരിക്കില്ല. രാമനാഥ സാറിന്റെ ആരോഗ്യമൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമാണല്ലോ അല്ലേ? ആ കുഴപ്പമൊന്നുമില്ല സുശീലേ. പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഓ ഇതൊക്കെ ഒരു പ്രായമാണോ സാറേ? അല്ല, രാമനാഥ സാറിന് അനന്തമാഷിന് അത്രയും പ്രായമല്ലേ കാണൂ? അദ്ദേഹം എപ്പോഴും പയറുമണി പോലെയാ നടക്കുന്നത്. ആ ശരീരത്തിന് മാത്രമല്ല, മനസ്സിന് മാഷിന് നല്ല ബലവാ. ആ ഇളയ മകളുടെ കാര്യത്തിലേ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ആ മനുഷ്യന് ഒരു കുലുക്കവും തട്ടിട്ടില്ല. ഇവര് അതിന് നിങ്ങൾക്കെന്താ? ഞങ്ങളുടെ അച്ഛൻ ആരോഗ്യം സംരക്ഷിച്ച് ജീവിക്കുന്നയാളാ. അതിന് നിങ്ങൾക്ക് കണ്ണുകടി ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. അയ്യോ, അതിന് ഞാൻ മാഷിന്റെ ആരോഗ്യത്തെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞില്ലല്ലോ ദയമോളെ. അദ്ദേഹത്തെ പുകഴ്ത്തിയല്ലേ ഞാൻ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് മഞ്ചാടി പറഞ്ഞ വാക്കുകൾ കേട്ടാലേ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്റെ ബോധം പോയേനെ. അല്ല, മാഷിന് പിന്നെ 5 മക്കളായതുകൊണ്ട് പണ്ടും പല അനുഭവങ്ങളും നേരിട്ടതിന്റെ പരിചയം കാണും. അതിനൊക്കെ തളർന്നു പോയെങ്കിൽ മാഷ് ഇപ്പൊ ജീവനോട് പോലും ഉണ്ടാവുമായിരുന്നില്ല. ദേ, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ അച്ഛന്റെ അനുഭവങ്ങൾ വിവരിക്കാനാണോ? അത് നിങ്ങളുടെ നാവിന്ന് കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. അയ്യോ, ഞാൻ ഇവിടെ വന്നതേ ഇവിടുത്തെ കുടുംബനാഥനായ രാമനാഥ സാറിനെ കാണാനാ. അയ്യോ, ഇവിടെ വെച്ച് അനന്തമാഷിന്റെ പേര് പോലും പറയാൻ പാടില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒച്ച ഈ സ്ത്രീ ആ, വിടുതേ. ആന്റി അച്ഛനെ കാണാൻ വന്നത് എന്തിനാന്ന് വെച്ചാ കണ്ടിട്ട് പൊക്കോട്ടെ. നീ അതിൽ ഇടപെടണ്ട. അത് വിടുമോളെ. അതെ, ഒരു വീടാവുമ്പോ പലരും വരും, പലതും പറയും. ആ ചിലതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കണം, അത്രേ ഉള്ളൂ. നീ പോയി എന്നിട്ട് ജോലി ചെയ്. സുശീലയ്ക്ക് കുടിക്കാനേ ഒരു പാലെടുത്തോണ്ട് പോവാ. ആ മധുരം ഇച്ചിരി കുറച്ചെടുത്തോട്ടോ. ശോ, എന്തൊരു കുട്ടിയായത്. ഇങ്ങോട്ടിരുന്നാ കുടിക്കാൻ വല്ല വിഷവും കലക്കി കൊടുക്കും ഞാൻ തള്ളക്ക്. ദേ ആന്റി കാര്യം എന്താന്ന് വെച്ചാ പറയും. വേറെ ആരുടെയെങ്കിലും കുടുംബകാര്യമാണ് പറയാൻ വന്നതെങ്കിൽ അത് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല, അല്ലേ അച്ഛാ? അതെ, സുശീലയുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അല്ല, വേറെ വല്ല വിശേഷം അറിയിക്കാൻ വന്നതാണെങ്കിൽ അതും ആകാം. വിശേഷം തന്നെ രാമനാഥ സാറേ. ഞാൻ നിങ്ങളെ ഒരു കല്യാണം ക്ഷണിക്കാൻ വന്നതാ.